അതിന് ഈ പാത്രങ്ങൾ വലിച്ചിട്ട് എന്താ കാര്യം? അവനോട് പറയാനുള്ളത് അവനോട് പറയണം, അല്ലാണ്ട് എന്നോടല്ല. എന്താ അമ്മേ, എന്താ ഇത്ര ദേഷ്യത്തിൽ? എന്താ അമ്മേ, എന്താ ഏട്ടൻ പറഞ്ഞിരുന്നേ? നിന്റെ കാര്യം അല്ലാതെന്താ? ഒന്നും നിന്നോട് നേരിട്ട് പറയില്ല, എല്ലാം എന്നോടല്ലേ. എന്താ അമ്മേ, എന്താ അത്? 12 വയസ്സായി നിനക്ക്, എന്താ നിന്റെ ഉദ്ദേശം? സർ, സർ. ഓ, എത്തിയോ? പുറത്തേക്കുള്ള വഴി ഇതല്ല, അതാണ് ആ വഴി. അവൻ കണ്ടാവോ? ആ ജോ, സാർ വിളിക്കുന്നു. പിന്നെ പേപ്പേഴ്സ് എല്ലാം കൊണ്ടുവന്നിട്ടില്ലേ? യെസ്. ആ, ജോയ് അല്ലേ? അതെ. യെസ്, ഇരിക്കൂ. ജോയ്, സർട്ടിഫിക്കറ്റ്. ഓ, ഡിഗ്രി കംപ്ലീറ്റ് ആണല്ലേ? അതെ സാർ. അപ്പോൾ പിന്നെ ട്രെയിനിങ് കഴിഞ്ഞാൽ നല്ലൊരു പൊസിഷനിൽ കയറി പറ്റാം അല്ലേ സുനിൽ? ഓഫ് കോഴ്സ്. ലുക്ക് ജോ, ഇതൊരു പ്രൈവറ്റ് ഫേമാണ്. നമ്മുടെ കമ്പനിയുടെ പേരാണ് JPL പ്രൈവറ്റ് ലിമിറ്റഡ്, ജപ്പാൻ ഫിസിക്കൽ ലബോറട്ടറി. ഇന്ത്യയിലുടനീളം നമുക്ക് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. കേരളത്തിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പുതിയ ബ്രാഞ്ചുകളിലേക്കാണ് വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നത്. ഈ 15 ദിവസത്തെ ട്രെയിനിങ്ങിന് ശേഷമാണ് താങ്കളെ ഏത് പോസ്റ്റിലേക്കാണ് നിയമിക്കുന്നതെന്ന് തീരുമാനിക്കുന്നത്. സാർ, ട്രെയിനിങ് എന്ന് പറയുന്നത്? ട്രെയിനിങ്ങിനെ കുറിച്ചെല്ലാം മിസ്റ്റർ സുനിൽ പറയും. പിന്നെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഇവിടെ ഉണ്ടാകും. സാർ, ഒറിജിനൽ? ഓ, അതിനെക്കുറിച്ചൊന്നും പേടിക്കണ്ട, അതെല്ലാം ഭദ്രമായി ഇവിടെ ഉണ്ടാകും. എല്ലാം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക സുനിൽ. ഓക്കെ സാർ. അപ്പോൾ ജോ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. പിന്നെ ജോ, ഇവിടെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, പക്ഷേ അത് ഞാൻ ഉപയോഗിക്കും. പിന്നെ സ്മോക്കിംഗ്, അതിവിടെ തീരെ പാടില്ല, പക്ഷെ അതും ഞാൻ ഉപയോഗിക്കും. ഹായ് ഗൈസ്, ഇത് ജോയ് ഫ്രം തിരുവല്ല, പുതിയ ട്രെയിനിയാണ്. ഇനി നമ്മോടൊപ്പം ഈ കുടുംബത്തിലൊരു അംഗമായി ഇനി ജോയി ഉണ്ടാവും. ജോയെ സഹായിക്കാനും നിർദ്ദേശങ്ങൾ നൽകാനും നമുക്കൊരു ട്രെയിനർ ആവശ്യമുണ്ട്. അതിന് ഈ കൂട്ടത്തിൽ അശ്വതി ഒന്ന് വിടൂ. അശ്വതി, ഇതാണ് നിന്റെ പുതിയ ട്രെയിനി. ഹലോ. ജോയ്, ജോയ്, ഇതാണ് നിന്റെ പുതിയ ട്രെയിനർ അശ്വതി. ഹലോ. ഹായ്. അപ്പൊ ജോ, നാളെ ഷാർപ്പ് 7:30. പിന്നെ ഈ അവിഞ്ഞ ഈ ലുക്കൊന്നും വേണ്ട കേട്ടോ. അശ്വതി, പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ? പുതിയ ആളാണ്, നല്ലപോലെ പറഞ്ഞ് മനസ്സിലാക്കണം. സുനിൽ, ജോ വന്നില്ലേ? ജോ മേ കമ്മിങ് സർ? യെസ്. ജോയ്, നിന്റെ ഫസ്റ്റ് ഡേ ആണ്. അശ്വതിയാണ് നിന്റെ ട്രെയിനർ. ഓക്കെ സാർ. ജോ, ആദ്യം ഒരു വീട്ടിൽ കയറി നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെ വിൽക്കുന്നതെന്നൊന്ന് കാണിക്കാം. ഓക്കെ. വാ. എന്റെ മോളെ,
അമ്മ ഞങ്ങൾ JPL എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്ന് വരികയാണേ. അമ്മ ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലുള്ള ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അതൊന്നും വേണ്ട മോളെ, വെറുതെ കാശ് കളയാനായിട്ട്. അയ്യോ പോലെ, ജസ്റ്റ് ഇതൊന്ന് കേട്ടിട്ട് പോവൂ. എനിക്കിവിടെ ധാരാളം പണിയുണ്ട് മോളെ. എന്നാലും പറ. അമ്മ, ഇതൊരു ഡബിൾ ജാർ വേപ്പറൈസർ ആണ്. സാധാരണ വീടുകളിൽ ഉണ്ടാവുന്ന ചുമ, ജലദോഷം, കഫക്കെട്ട് തുടങ്ങിയ എല്ലാ രോഗങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ഒരുതരം ആവിയന്ത്രമാണിത്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിന്റെ കോടുവയർ ഒരു പ്ലഗിൽ കുത്തിവെച്ചാൽ സെക്കൻഡുകൾക്കുള്ളിൽ ആവി വരികയും നമ്മുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാൻ പറ്റുന്നതുമാണിത്. അതിലുപരി ഫേഷ്യൽ ചെയ്യാനും പറ്റും അമ്മേ. ദേ നോക്കിക്കോളൂ. ഓ, ഇത് ഫേഷ്യൽ ചെയ്യാനും പറ്റുമോ? പിന്നെന്താ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ മക്കളെ? ഞങ്ങൾക്ക് മാർക്കിന് വേണ്ടിയാണ് അമ്മേ. നിങ്ങളൊക്കെ മേടിച്ചാലേ ഞങ്ങൾക്ക് ജോലി കിട്ടുള്ളൂ. കാശുണ്ടായിട്ടൊന്നല്ല മോളെ, നിങ്ങൾക്കൊരു മാർക്കല്ലേ, അത് അങ്ങ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. എന്താ ഇതിന്റെ വില? അമ്മ, ഇതിന് 130 രൂപയാണ്. അമ്മ ഒരു 120 തന്നാ മതി. ശരി അമ്മേ. എനിക്ക് ജോ, കാര്യങ്ങൾ കുറെയൊക്കെ മനസ്സിലായില്ലേ? കൊറേയൊക്കെ. 2 ആഴ്ചയൊക്കെ ആയിട്ട് കൊറേയൊക്കെ എന്നോ? ഞാൻ 2 ദിവസം കഴിഞ്ഞ പോവും. പിന്നെ നീ ഒറ്റയ്ക്കാ, അത് ഓർമ്മ വേണം. നീ പോവോ? പിന്നെ തനിച്ചാക്കി നീ പോവോ? ഞാൻ പോവും, പിന്നെ നീ ഒറ്റയ്ക്ക് ആവുകയും ചെയ്യും. അപ്പോ നീ പോകൂലേ? പോടാ അവിടെ. ജോ, നീ ഈ വഴിക്ക് പോ, ഞാൻ ആ വഴിക്ക് പോവാം. തിരുതിരുദേവി വഴികാട്ട്. ഞാൻ ആ വഴിക്കും പോവാ, നീ ഈ വഴിക്ക് പോ. അതന്നെയല്ലേ ഞാനും പറഞ്ഞേ. അതന്നെ പറഞ്ഞല്ലേ. കണ്ടാ കാണാം. ഓക്കെ. സാറേ, ചേട്ടോ, ചേട്ടാ, ആളില്ലേ? ചേട്ടോ, ഇതാ ഇവിടെ 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 വാ. ചേട്ടാ, ഞാൻ നീ ആ ടാപ്പിങ് തുറന്നേ. ചേട്ടാ, ഞാൻ JPL എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് വരികയാണേ. നീ ആ ടാപ്പിന്റെ തലങ്ങെടുത്തേ. ഞാനൊരു ഉൽപ്പന്നം പൈപ്പ് നേരെ പിടിച്ചേ. ശരിക്കും അങ്ങോട്ട് പിടിക്കേ. ഇനി മുകളിലേക്കൊക്കെ കയറ്റി പിടിച്ചേ. ചേട്ടാ, ഇതൊരു ഡബിൾ. നീ ആ വായകം കൊണ്ടാണോ മാറ്റി വെച്ചേ? അവന്റെ ഒരു ഉൽപ്പന്നം വെള്ളത്തിലാവോ? ചേട്ടാ, ഈ ഉൽപ്പന്നം എന്ന് പറയുന്നത് ഇതാ 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 പിടിച്ചു നന്നായിട്ട് അങ്ങോട്ട് ഉരച്ചേ. ചേട്ടാ, ഇതൊരു ആവിയന്ത്രമാണ്. ഇതുകൊണ്ട് നമുക്ക് നന്നായി ഉരക്കേ. അതിന് വേദനയ്ക്കൊന്നുമില്ല, നന്നായി അങ്ങോട്ട് ഉരക്കേ. ഓ ചേട്ടാ, ഇത് മതി. അല്ല, നീ ഇപ്പൊ എന്തിനാ വന്നേ? പശുവിനെ കഴുകാനല്ലേ? ഇതിന്റെ വേഷം ജോ ഒരു ഫൈറ്റ് കഴിഞ്ഞ അവസ്ഥയിലാണല്ലോ. ഫൈറ്റും കഴിഞ്ഞ ഒരു പശുവിനെയും കഴുകി. പശുവിനെയോ? ഹായ് ജോ, ഇന്ന് താൻ തനിച്ചേ ഉള്ളൂ കേട്ടോ. അപ്പൊ അശ്വതി അല്ല മേഡം, അവള് കോട്ടയത്ത് പോസ്റ്റിംഗ് ആയി, അവള് പോയി. എന്നാലും അവൾ എന്നെ തനിച്ചാക്കി പോയല്ലോ.
സർ, ഞാൻ പറഞ്ഞ കാര്യം... ലുക്ക് ജോ, താനിവിടെ വന്നിട്ട് 10-15 ദിവസമായി. പക്ഷേ തനിക്കിതുവരെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സോ ഹെഡ് ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം തൻ്റെ ട്രെയിനിങ് പീരീഡ് 10 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. അശ്വതി, ജോ, ഞാനൊരു സാധാരണ നാട്ടുമ്പുറത്തുകാരിയാണ്. അച്ഛനും അമ്മയ്ക്കും 2 കുഞ്ഞനുജന്മാർക്കും ഏക ആശ്രയം. അങ്ങനെയാണ് ഞാനൊരു ജോലി തേടി പോന്നത്. അതൊരു ട്രാപ്പിലും ചെന്ന് അവസാനിച്ചു. ട്രാപ്പോ? എന്ത് ട്രാപ്പ്? ജോ, നമ്മൾ ഈ രാവും പകലൊന്നും ഇല്ലാതെ പണിയെടുക്കുന്നത് നമുക്ക് വേണ്ടിയല്ല, അവർക്ക് വേണ്ടിയാ. നമ്മളെ അവര് പറ്റിക്കായിരുന്നു ജോ. ജോലി തരാം എന്ന പേരും പറഞ്ഞ് 10-20 ദിവസം ട്രെയിനിങ്ങിന് അയച്ച് അവരുടെ സാധനം വിൽക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. എൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ് ഞാൻ അന്ന് അവിടെ ചെന്നപ്പോൾ... ലുക്ക് അശ്വതി, അശ്വതിയുടെ ട്രെയിനിങ് പീരീഡ് അവസാനിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ തനിക്ക് പറ്റിയൊരു പോസ്റ്റ് ഇപ്പോൾ ഇവിടെ ഇല്ല. അശ്വതിക്ക് വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ ട്രെയിൻ തുടരാം. സാർ എന്താ ഈ പറയണത്? പ്ലേസ്മെന്റ് തരാമെന്ന് പറഞ്ഞിട്ടല്ലേ ശമ്പളം പോലും ഇല്ലാതെ ഇത്രയും ദിവസം ജോലി ചെയ്തത്? ഇവിടെ ഇപ്പോൾ ജോലിയില്ല, ഉണ്ടെങ്കിൽ വിളിക്കാം. അശ്വതി പോയിക്കോളൂ, ഇതാ സർട്ടിഫിക്കറ്റ്. സാർ, ഇതാരാണെന്ന് അറിയാമോ? അതെന്താ നീ അങ്ങനെ ചോദിക്കുന്നത്? നിന്റെ ട്രെയിനർ അശ്വതി അല്ലേ? അതെ, എന്റെ ട്രെയിനർ അശ്വതി തന്നെ. എവിടെ അവൾക്കുള്ള ജോലി? അത് ജോ. നീയല്ലേ അവൾക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞേ? തൊട്ടപ്പുറത്തെ വീട്ടു ജോലിക്കാണോ ഇത്രയും വലിയ ട്രെയിനിങ്? നിർത്തടാ. ആർക്ക് സീനട്ടാ, ഞാൻ എടുത്തരണടാ. വേണ്ടല്ലേ? അവന്റെ സാറേ, ഒരടിയല്ലേ സുനിലേ? തനിക്കിത് എത്ര കിട്ടിയതാ? എടോ, ഇത് കേരളമാണ്. ജോലി തേടി പട്ടികളെ പോലെ യുവാക്കൾ അലയുന്ന നാട്. ഇവൻ പോയാൽ മറ്റൊരുത്തൻ. സർ. യെസ്, കമിങ്. ഇതാണ് കേരളം. കേരളത്തിലെ യുവാക്കളുടെ തൊഴിലില്ലായ്മ മനസ്സിലാക്കി ഇന്ന് കേരളത്തിൽ പലതരം തൊഴിൽ തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നു. കേരളത്തിലെ വിദ്യാസമ്പന്നരായ യുവതി യുവാക്കളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന നിങ്ങൾ ഒന്നോർക്കുക, നിങ്ങൾ ഇല്ലാതാക്കുന്നത് ഞങ്ങളുടെ നല്ലൊരു നാളെയാണ്. മാറി മാറി വരുന്ന സർക്കാരുകൾ വികസനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് യുവാക്കളുടെ തൊഴിലില്ലായ്മ പരിഹരിച്ചുകൊണ്ടാണ്.